ഹലോ, അപ്പോൾ ഇന്നത്തെ താരം ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇന്ന് പലതരം വിഭവങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ പറയാതെ തന്നെ അറിയാം, നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലതരം കറികളും ഡെസേർട്ടും ഡ്രിങ്കും പിക്കിളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ്, ഒരു കാസർഗോഡൻ സ്റ്റൈലിലുള്ള കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇനി ഫുഡ് പ്രോസസ്സറിലും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കുറച്ച് ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചോപ്പ് ചെയ്തെടുക്കാറുള്ള പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതിലാകുമ്പോൾ നല്ല ചെറുതാക്കിയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറുതാക്കണമെന്നില്ല, വേണമെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ തന്നെ ആക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമല്ല, നമ്മൾ ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കണ്ട. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വേവിച്ചെടുക്കുക. ഞാൻ ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സൈസിനനുസരിച്ച് കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ 2 വിസിൽ വരുമ്പോഴൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. നിങ്ങൾ കുക്കറിൽ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. അതുപോലെ ഇതിലുള്ള അങ്ങനെ കുറേ വെള്ളമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലോട്ട് ചിരകിയ തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഇത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങ ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ, 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നോക്കിയിട്ട് 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കാസർഗോഡൊക്കെ സ്ഥിരം ചെയ്യാറുള്ളൊരു ഞങ്ങൾ വറവ് കറി എന്നൊക്കെ പറയും ഇതിന്. ഇനി ഇതിലോട്ട് നമുക്ക് വറവിടാനുണ്ട്. ഇനി ഇത് ഇവിടെ വേവട്ടെ. നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇത് വെക്കാം, തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി വേറൊരു അടുപ്പിൽ നമുക്ക് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ ഒരു ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്, നല്ല വെന്ത് കറക്റ്റ് പരുവത്തിൽ തന്നെ, അധികം വെള്ളമൊന്നുമില്ല, നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു വറവിട്ടത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കാസർഗോഡ് ഞങ്ങൾ ഈ വറവിടുന്നതിന് കലംപോരൽ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വറവിട്ടിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവറായിട്ട് ബീട്രൂട്ട് വെന്തിട്ടൊന്നുമില്ല, നല്ല പാകത്തിനുള്ള വേവും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്യാറുള്ള ഭർത്ത കറി, വറവ് കറി എന്നൊക്കെ പറയും. കാസർഗോഡ് ചെയ്യാറുള്ള തോരനാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു രീതിയിൽ എളുപ്പമാണല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അത്യാവശ്യം നല്ല സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആദ്യം പൊടികൾ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് ബീട്രൂട്ട് കട്ട് ചെയ്തത്, ഒരു 3 ബീട്രൂട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. കുറച്ച് തിന്നായിട്ട് തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് സവാള, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള എണ്ണയിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയാണ് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെക്കുക. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഞാൻ മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇടയ്ക്ക് വേണമെങ്കിലും മൂടി വെച്ചിട്ട്
വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് മാത്രമല്ല കേട്ടോ, ഇത് വെന്ത് ഒന്ന് ചെറുതായിട്ടൊന്നൊരു എന്താ പറയുക, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആകുന്ന രീതിയിലൊക്കെ ഒന്ന് വേണം ഇതൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോഴാണ് കഴിക്കാനൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ്. വെന്ത് കിട്ടിയാൽ തന്നെ മതി. അതല്ലാത്ത നമ്മൾ ചെറുതായിട്ടൊരു ചെറിയ രീതിയിലൊരു ഫ്രൈ ആയി വരുന്ന പരുവത്തിലും കൂടെ കിട്ടിയാൽ ഒന്നും കൂടെ നല്ലതാണ്. ഞാനിപ്പോൾ മൂടി വെച്ചിട്ടിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വേവിച്ച് ഒരു ചെറിയ രീതിയിൽ ഇത് ഫ്രൈ ആയിട്ടുള്ള ഒരു പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ബീട്രൂട്ട് വെച്ചിട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തതും 1 ടീസ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് അത്യാവശ്യം നല്ല വലിയൊരു സവാള തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി പിന്നീട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം കുറക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് അത്യാവശ്യം നല്ല വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് വെന്ത് ഉടയുന്ന പരുവത്തിൽ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ്. അത്യാവശ്യം 2-3 ബീട്രൂട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ല വലിയ ബീട്രൂട്ടാണെങ്കിൽ 2 ചേർത്ത് കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ 3 എടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആദ്യം. ഇനി ഇതിലോട്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആദ്യം ഒന്ന് ബീട്രൂട്ട് ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം മതി, മൊത്തത്തിലൊരു 1 മിനിറ്റും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ട, ഒറ്റ വിസിലല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ, ഒരു അരപ്പ് അരച്ചെടുക്കാനുണ്ട്. ഇത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 വെളുത്തുള്ളി അല്ലി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, അതുപോലെ 1/4 ടീസ്പൂണ് പെരുംജീരകവും കൂടെ, രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഈ ഒരു ബീട്രൂട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 2 വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന്. ഇനി ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്തിട്ട് പാകത്തിന് ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ചോറ്, ഗീ റൈസ് ആണെങ്കിലും അതുപോലെ ചപ്പാത്തി, ദോശ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കറി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു കേസരിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്ത ശേഷം 1/2 കപ്പോളം എടുത്താൽ മതി. 1/2 കപ്പ് ബീട്രൂട്ടിന് നമ്മൾ നേരെ പകുതി 1/4 കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് റവയും 1/2 കപ്പ് ബീട്രൂട്ടുമാണ്. 1/2 കപ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം 1/2 കപ്പ് എടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ടാണ്, വലിയ ബീട്രൂട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ
നമുക്ക് 1.5 കപ്പോളം കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. പാകത്തിന് വെള്ളം ചേർത്തിട്ട്, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട്. അരിയാത്ത പീസ് അങ്ങനെ 1-2 കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാട്ടെ. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്യാം എന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇതിപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്, ഒരു പകുതിയോളം, ഒരു പകുതി റോസ്റ്റ് എന്ന രീതിയിൽ. ഇനി ഇതിലോട്ട് കിസ്മിസ്, ഈ ഒരു സമയത്ത് കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ കിസ്മിസ് റോസ്റ്റായി കിട്ടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ. എന്നിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ നിന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് സെയിം ഈ ഒരു പാനിൽ തന്നെ ഇതിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ഈ ഒരു പാനിൽ തന്നെ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തത് ഇതിലുണ്ട്, എന്നാലും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഈ ഒരു റവ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. കുറേ അങ്ങനെ കളർ മാറാൻ നിൽക്കണ്ട കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ കളർ മാറിയിട്ടൊന്നുമില്ല, പക്ഷേ നന്നായിട്ട് പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ ഒരു സെയിം പാനിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 7 ടേബിൾ സ്പൂൺ വരെ, അരക്കപ്പിൻ്റെ അടുത്ത് നെയ്യൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റണം, അതുപോലെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല തിക്കായിട്ട് വരണം, ഇത് വെള്ളമൊക്കെ വറ്റി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, അതുപോലെ ഇതിലുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിക്കായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നീട് പറയാം. പിന്നെ ഇതിൽ അരയാത്ത പീസ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ വലിയ പീസസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കട്ടെ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മിനിറ്റൊക്കെ ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിലുള്ള പച്ചമണം പിന്നെ കംപ്ലീറ്റ് മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് തിളച്ച വെള്ളമൊന്നുമല്ല, സാധാ നോർമൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2.25 കപ്പ്, 3/4 കപ്പ് റവയല്ല എടുത്തത്, അപ്പോൾ അതിൻ്റെ 3 ഇരട്ടിയാണ്. 3/4 കപ്പ് വെള്ളത്തിന് 3/4 കപ്പ് റവക്ക് 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് റവയാണെങ്കിൽ 1.5 കപ്പ്, അതുപോലെ 3/4 കപ്പ് റവക്ക് മനസ്സിലായില്ലേ 2.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളക്കുമ്പോൾ ഇതിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് പഞ്ചസാരയും അതുപോലെ ഉപ്പും ഒക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൽ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു റവ ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വെന്ത് ഒന്ന് തിക്കായി വരുന്നവരെ ഒന്നിത് വേവിച്ചെടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം ഇത് വെന്ത് തിക്കായിട്ടൊന്ന് കിട്ടണം. എന്നിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാരയൊക്കെ നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളർ തന്നെ നല്ല ഭംഗി തന്നെയാണ്. പിന്നെ കുറച്ച് നെയ്യും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് തിക്കായി വരട്ടെ. അപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്, അതുപോലെ വെന്തിട്ടുമുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായി കിട്ടുന്നുണ്ട് ചെറുതായിട്ട്. ഇനി ഇതിലോട്ട് ഈ ഒരു സമയത്ത്
2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 6-7 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ വേണ്ടി വരുന്നുണ്ട് ഇതിലോട്ട്. 8 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് അരക്കപ്പാണ്. അപ്പോൾ അരക്കപ്പ് വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഇതിനേക്കാളും കുറക്കാം. പക്ഷേ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ പച്ചമണം കംപ്ലീറ്റ് മാറി കിട്ടുന്നുണ്ട്. ബീട്രൂട്ടൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ. അത്രയും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നെയ്യ്, ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് ഒരു വിട്ട് വരുന്നൊരു പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ആദ്യം 1/4 കപ്പ് പഞ്ചസാര മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ പോരാ എന്ന് തോന്നിയപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനാകുന്നുണ്ടതിന് ഈ ഒരു മധുരം. അതുപോലെ ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര നല്ല പാകത്തിനുള്ള മധുരം തന്നെയാണ്, കൂടുതലുമല്ല അതുപോലെ കുറവുമല്ല കേട്ടോ. അപ്പോൾ ഇനി പഞ്ചസാര ഇതൊന്ന് മെൽറ്റായി കിട്ടണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചാലും നമുക്ക് പഞ്ചസാര നന്നായി മെൽറ്റായി കിട്ടുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര മെൽറ്റായിട്ട് ഇത് വീണ്ടും ഒന്ന് മെൽറ്റായി വരുമ്പോൾ ലൂസായി വരുമല്ലോ ഒന്ന്, എന്നിട്ട് വീണ്ടും ഇത് തിക്കായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, പാത്രത്തിൽ നിന്നും ഒരു വിട്ട് വരുന്ന പരുവമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമായി കിട്ടണം, ഇതുപോലെ തിക്കായിട്ട് പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്ന പരുവമാണ് ഇതിൻ്റെ കറക്റ്റ്. ഏത് കേസരി ഉണ്ടാക്കിയെടുക്കുമ്പോഴും കറക്റ്റ് പരുവം ഇതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന രീതിയിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ട്രെയിലൊക്കെ നിരത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ നിരത്തി കൊടുത്തിട്ട് നമുക്ക് ചൂടാറുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ നല്ല പാകത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് കേസരി. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സെർവ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യ് ഡിപ്പ് ചെയ്ത് സ്പൂണ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ലെവലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ട്രേയിലോട്ട് ആക്കിയിട്ട് വേണമെങ്കിലും ഒന്ന് നിരത്തി ഇതുപോലെ ലെവലാക്കി കൊടുത്തിട്ട് നല്ല ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തതന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേസരിയാണ്, ബീട്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കേസരിയാണ്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ പഞ്ചസാരയാണ് മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഹണി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരിച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. ഇനി ആദ്യം പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് പിന്നീട് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ള പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരളവിൽ ഏകദേശം ഈ ഒരു 3/4 ജാറ് വരെ ഈ ഒരളവിൽ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ആക്കിയിട്ട് ഇത് സെർവ് ചെയ്യാം കേട്ടോ. ഒരു 5 ഗ്ലാസ്സൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരളവാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബീട്രൂട്ടും ഈന്തപ്പഴവും കൂടെ വെച്ച് ഒരു അച്ചാറാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് വലിയ 2 ബീട്രൂട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, 1.5 ബീട്രൂട്ടാണ് കേട്ടോ ഇതിൽ നിന്നും ഇട്ട് കൊടുക്കുന്നത്. ചെറിയ 2 ബീട്രൂട്ട് എടുത്താൽ മതി, വലുതാണെങ്കിൽ 1.5 എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടല്ല, ഏകദേശം ഒരു പകുതിയേക്കാൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 15 മിനിറ്റോളം ഒന്ന് ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 7 ഈന്തപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് വിനീഗർ, വെള്ളം ചേർക്കുന്നില്ല, വിനീഗർ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട്, അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഈന്തപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഏകദേശം 8 ഈന്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, കുരുവൊക്കെ കളഞ്ഞിട്ട്. മൊത്തത്തിൽ 15 ഈന്തപ്പഴമാണ് വേണ്ടത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ക്രഷ് ചെയ്തത്, മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് കായപ്പൊടിയല്ല, ഉലുവ പൊടിച്ചതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ് ബീട്രൂട്ട് വെച്ചിട്ട്. ഇനി നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കല്യാണ വീടുകളിലൊക്കെ കിട്ടാറുള്ള അച്ചാറാണ് ബീട്രൂട്ട് വെച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് വേവിക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് പാകത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കണ്ട, വേവാനുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ചടി ഉണ്ടാക്കുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. നിങ്ങൾ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വിട്ടുപോയതാണ്. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി നമുക്കിതിൽ വെള്ളം വേണ്ട, വെള്ളം ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മളിത് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് തരുത്തരിപ്പോടെയാണ് പൊടിച്ചെടുക്കുന്നത്. ഫൈൻ പേസ്റ്റായിട്ടല്ല, ഒരു തരുത്തരിപ്പോടെ പൊടിച്ചെടുക്കുക. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണ്ട, 2 ബാച്ചായിട്ട് ഒരു തരുത്തരിപ്പോടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരു ഫൈൻ പേസ്റ്റായിട്ടല്ല വേണ്ടത്. ഇതിപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തരുത്തരിപ്പോടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇനി വെള്ളം ചേർക്കണ്ട, വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള കറിയല്ല, അപ്പോൾ മൂടി വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ. ഇതുപോലെ മൂടി വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി.
ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തിളപ്പിച്ചെടുക്കാണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തൈരും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി തിളപ്പിച്ചെടുക്കണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വറവിടാനാണ് ഇനിയുള്ളത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് വറവിട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കറി. അപ്പോൾ വറവിടാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കടുകും അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് വറവിട്ടാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പച്ചടിയാണ്. സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്